ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്കാണ്. ഇവിടെ പോകണമെങ്കിൽ ബോട്ടിൽ കൂടിയിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്ക് എത്തി. സിറ്റി മാളിന്റെ പുറത്ത് കുട്ടികളെ കളിക്കുന്ന തന്നെ ഫുള്ളുള്ളത് കുട്ടികളെ ടോയ്സ്, അതായത് കാറ്, ബസ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാകുന്നല്ലേ, അതാണ്. പക്ഷെ ഐറിഷിന് നല്ല പാങ്ങണ്ടേന്. ഓൾക്ക് ട്രോളി അന്ന് വാണ്ടേ ഉണ്ടായിട്ടാ, യൂസ് ചെയ്യാന്നുണ്ടായിട്ടില്ല. വെറുതെ ട്രോളിനെ ഒന്നിക്കൊണ്ട് ഓള് നടന്നുകൊണ്ടിനി. ഓളെ ഭയങ്കരത്തിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. എന്താ അറിയാതാ, ഓളെ ഈ കളി കണ്ടിട്ട് ബാഗും പിടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കളി. ബാഗ് എത്ര ചോദിച്ചാൽ തരുന്നില്ല. പിടിക്കുമ്പോൾ പായുന്നു, ഇങ്ങനെ ആക്കുന്നു. പിന്നില്ലേ, നിങ്ങൾ ദുബൈയിൽ നടക്കുന്ന ആളെങ്കിൽ ഏതായാലും കാക്ക ഷൂടാണ് നടക്കാത്തവ. ഹീൽസ് ഒന്നും ഇട്ടിട്ട് ദുബൈയിൽ നടക്കാന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെ. കുറെ നടക്കാനൊന്നും കഴിയില്ല. ഈ മാളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഹീൽസ് ഇട്ടാൽ നടക്കാൻ പറ്റുന്നില്ല, കാല് വേദന ഇരിക്കുന്നു, എനിക്ക് ഉണ്ടാകുന്നു. ഫ്ലാറ്റ് ചെരുപ്പ് ഇട്ടെങ്കിൽ പിന്നാവും. പക്ഷെ തണുപ്പ് കാലത്ത് ഫ്ലാറ്റ് ചെരുപ്പ് ഇടാൻ കഴിയില്ല. പക്ഷെ യൂസ് ആകുന്നത് നല്ല ബെറ്റർ ഷൂ തന്നെയാവാ. പർച്ചേസ് ആക്കാൻ വേണ്ടിയിട്ട് കയറി. അതായത് ഐറിഷിന് ഷൂ, മേക്കപ്സ് അങ്ങനത്തെ എന്തെല്ലാം മേങ്ങാനുണ്ട്. ഞാനെന്തോ മേക്കപ്സ് മേങ്ങാനുണ്ടായിട്ട് അത് തൊടുന്നുണ്ട് ചിയോള് കൂക്കഴിഞ്ഞ്. പിന്നെ ചെരുപ്പിന് അങ്ങനത്തെ എന്തെല്ലാം കഥ കൊടുത്ത് അതോള് കാണിക്കുന്ന ഓള് സൈസിന് പോലത്തെ ചെറുപ്പല്ല, വലിയ വലിയ ചെറുപ്പ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് വലിയ വലിയ ചെറുപ്പ് തന്നെയല്ല വേണ്ടത് ഈ സമയത്തുള്ള പിള്ളേർക്ക്, അതായത് ഈ ഏജിലുള്ള പിള്ളേർക്ക്. അങ്ങനെയായിരുന്നു നമ്മൾ കുറച്ച് സാധനം വാങ്ങിയിട്ട് പുറത്തായിരുന്നു. അപ്പോൾ നമുക്ക് പാനിപ്പൂരി കണ്ടത്. പാനിപ്പൂരി ഏടെ ഉണ്ടെങ്കിൽ വിട്ടില്ല. അങ്ങനെ നമ്മൾ പാനിപ്പൂരി തിന്ന് കുറേ വീഡിയോസ് ഇൻക്ലൂഡ് ആക്കാൻ മറന്നവ. കുറേ വീഡിയോസ് കട്ടായി. അതായത് മുന്നത്തെ ഫോണല്ല ഞാൻ യൂസ് ആക്കുന്നത്. അപ്പോൾ ആ ഫോണിലുള്ള വീഡിയോസ് ഈ ഫോണിൽ ഷെയർ ആക്കാൻ പറ്റുന്നില്ല. മുന്നേ ഞാൻ ഐഫോൺ യൂസ് ആക്കുന്നുണ്ടായില്ല, ഇപ്പോൾ ഐഫോൺ യൂസ് ആക്കുന്നത്. അപ്പോൾ ആ ഫോൺ ഈ ഫോണിലേക്ക് ഷെയർ ആക്കാൻ പറ്റും. അങ്ങനെ കുറേ വീഡിയോസ് എൻ്റെ മിസ്സായിപ്പോയി. അന്നെന്തോ ഒരു പാങ്ങണ്ടേന്. അതായത് ഈ മാളിൽ പോയെങ്കിൽ നമുക്ക് എന്തെല്ലാം സാധനം ടേസ്റ്റ് നോക്കാൻ തരുമല്ലോ, അതൊന്നും ഞങ്ങൾ മിസ്സാക്കിയിട്ട് എല്ലാം വാങ്ങിയിട്ട് തിന്നിന്. അമ്മയുണ്ടായതുകൊണ്ട് അതെല്ലാം മേങ്ങാൻ എന്ത് മോശം ഉണ്ടായിട്ട് അവനെല്ലാം മീൻ തരുന്നേ. പിന്നെ കുറച്ച് റൂമിലേക്ക് വേണ്ട കുറച്ച് സാധനം മേങ്ങി എൻ്റെ അമ്മ അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ അതിലും നടന്നു. അതായത് നടന്നങ്ങ് തീരാനൊന്നുമില്ലാവ. നടന്നിട്ട് പിന്നെ ലാസ്റ്റ് എൻഡിലേക്ക് എത്തി. ഞമ്മ പുറത്തേക്ക് കഴിഞ്ഞിട്ടും ഉണ്ട് കുറച്ച് സ്ഥലം കാണാൻ. കുറച്ച് ഫാൻസിയിലെടുത്ത് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് എല്ലാം നോക്കാൻ പോയി. ഐറിഷ് ഭയങ്കര എൻജോയ് ആക്കിനിട. ഉള്ള ഉമ്മമാർക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നെങ്കിൽ നല്ല പാങ്ങുണ്ടാവും നമുക്ക് തോന്നുന്നത്. ഓളോട് ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റേജിന് മീത കയറിട്ട് ഡാൻസ് കളിക്കുന്നിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി അങ്ങനെ നടന്ന് കളിച്ച് ഓളെ പിടിച്ചെങ്കിലും കിട്ടുന്നേ ഇല്ല. പായലും പിടിക്കല് തന്നെ. അങ്ങനെ ബസ്സിൽ കയറ്റാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് അതിൽ ഫുൾ ആളെ എങ്ങനെ ഈ കാറിൽ കയറ്റി കളിപ്പിച്ച് നമ്മൾ വരുമ്പോൾ അവിടെ വാട്ടർ ഷോ ഉണ്ടായത്. അങ്ങനെ വാട്ടർ ഷോയിൽ കണ്ട് എന്നിട്ട് ബോട്ടിൽ കൂടിയിട്ട് നമ്മൾ നേരെ പോയത് ക്രീക്ക് ഹാർബറിലേക്ക്. ആദ്യം അങ്ങനെയാവേ, നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിള്ളേർക്ക് എത്രത്തോളം ഹാപ്പിനെസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, എത്ര എൻജോയ്മെൻ്റ് ആക്കുന്നുണ്ടെന്ന് ഐറിഷിനെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ വന്നെങ്കിൽ ചിൽഡ്രൻസിന് കളിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടാ അടുത്തൊക്കെ എത്ര എല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഐറിഷു നല്ല ഹാപ്പിയിൽ കളിക്കുന്നതായിട്ട് ഓളെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി. എന്നിട്ട് പിന്നെ ഫുള്ള് ചണ്ടിയാകാൻ ചൈനോട് ഇട്ട് എന്നിട്ട് ഇജാവും ഐറിഷും അമ്മി എല്ലാവരും ചോറ കളിപ്പിച്ച്. എനിക്ക് വെള്ളം എന്ന് പറയുന്നത് പൊതുവെ എന്തോ ഇഷ്ടമോ ഇങ്ങനെ കളിക്കുന്നത്. പമ്പായിട്ടില്ല, പൊടിച്ചാൻ കിട്ടുന്നില്ല അവള്. പയ്യനമ്മ ഇങ്ങനെയല്ല പൊടിച്ചിട്ട് ഡ്രസ്സ് ഇടിച്ചാവ വെറുതെ ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ പിള്ളേർക്ക് കുറേ ഹട്ട്, ഇതുപോലത്തെ കുറേ ഹട്ട് ഇവിടെ കളിക്കുന്ന ഇതിനുള്ളിൽ കയറിയിട്ട് കളിക്കൂ. ഇതാ കണ്ടേ, ഞാൻ അവളൊക്കെ ഒസമയം കളിച്ച്. ഞങ്ങൾക്ക് ബാന്തിട്ട് ഞാൻ ഒസമയം ഗാർഡനിൽ ഇരുന്നിട്ടാകുമ്പോൾ ഓൾ തന്നെ പോയിട്ട് കളിക്കുന്നുണ്ടായി. ഒറ്റ കളിക്കുമ്പോൾ ഒരു പേടിയാന്നിട്ട് ഞാനും പോയിട്ട് കളിച്ച്. പിന്നെ കുറേ ഉണ്ടാവുക, ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു വീഡിയോ മാത്രം എടുത്തിട്ടു. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് വേനത്തോണ്ട് പാതിന്ന് മടിങ്ങി. പിന്നെ ഒക്കെയുള്ള ഫ്രണ്ട്സ്
പോയിട്ട് ഫുള്ളും കണ്ടിന്. ഞാനൊരു ഷോ അവിടെ ഗാർഡനിൽ ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അത്രയല്ലേ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യാം. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. സീ യു.